ഹായ് കൂട്ടുകാരെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഒരു അടിപൊളി ഒരു സ്ഥലത്താണ് കേട്ടോ. അതായത് മാട്ടുപ്പെട്ടി ഡാം കാണാൻ വേണ്ടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്നാ സ്ഥലമാണെന്ന് പറയാം, അടിപൊളി. അപ്പോൾ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമൊക്കെ കഴിഞ്ഞ് ഇച്ചിരി കൂടെ മുന്നോട്ട് വന്നിട്ട് അവിടെ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഡാം കാണാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഡാമിലോട്ടാണ് പോകുന്നത്. മാട്ടുപ്പെട്ടി ഡാം കാണാൻ വേണ്ടി അതിൻ്റെ സൈഡ് ഏരിയകളൊക്കെ കേട്ടോ. നല്ല അടിപൊളി വൈബ് സ്ഥലമാണ് കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്ക്, ഇഷ്ടപ്പെടും. ഈ വഴിയിലൊക്കെ ഒരുപാട് കടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവരൊക്കെ ഇങ്ങനെ ഈ ഡാം കാണാൻ വരുന്നവരും അവരങ്ങോട്ടൊക്കെ ജീവിക്കുന്നവരും കേട്ടോ. എത്ര പേരല്ലേ. ഇതാണ് മാട്ടുപ്പെട്ടി ഡാമാണ്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ. അത് അടിപൊളി സ്ഥലം. മൂടലാണ്, ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ഈ വെള്ളം നല്ല അടിപൊളി ഡാമാണല്ലോ. നല്ല വ്യൂ, വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഡാം. അതായത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള ഒരു ഡാമാണ് ഈ മാട്ടുപ്പെട്ടി അണക്കെട്ട്. പോട്ടെ അതായത് ഇടുക്കി ജില്ലയിലെ മൂന്നാർ വരുന്നവരെ ഈ മാട്ടുപ്പെട്ടി അണക്കെട്ടൂടെ കണ്ടിട്ട് പോകുന്നത് നന്നായിരിക്കും. ഈ വരുന്ന വഴിക്ക് തന്നെയാണ് എലിഫന്റ് പാർക്കുണ്ട്, കർമ്മലഗിരി. പിന്നെ അതുപോലെ തന്നെ ഇവിടം കഴിഞ്ഞ് പോയ എക്കോ പോയിന്റ് ഉണ്ട്. പിന്നെ ഈ ഡാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ജലവൈദ്യുതത്തിനായി, ജലം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിലെ കേരളത്തിലെ മലനിരകളിൽ നിർമ്മിച്ച ഒരു സംഭരണ കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണ്. ഇടുക്കി ജില്ലയുടെ സുപ്രധാനമായ ഊർജ സ്രോതസ്സും വൻ വരുമാനവും കൂടിയാണിത്. അതായത് മുറ്റാത്ത ജലത്തിൻ്റെ വലിയ അളവ് ഈ ഇവിടെയുള്ള വന്യമൃഗങ്ങളെയും പക്ഷികളെയും തഴച്ചു വളരാൻ സഹായിക്കുന്നു. ഈ അണക്കെട്ട് നിർമ്മാണത്തിന് ഈ നേതൃത്വം നൽകിയ ആളെന്ന് പറയുന്നത് യു ഫിലിപ്പോസ്, അതായത് സൂപ്രണ്ടിങ് എഞ്ചിനീയർ ആയിരുന്നു കേരള ഇലക്ട്രിസിറ്റി ബോർഡിൽ. വലിയൊരു അണക്കെട്ടാണ്. അണക്കെട്ടിൻ്റെ ഉയരം എന്ന് പറയുന്നത് 83.35 മീറ്റർ, അതായത് 273.5 അടി. നീളമെന്ന് പറയുന്നത് 237.74 മീറ്ററും, അതായത് 780 അടിയാണ്. ഡാമിൻ്റെ മുകളിൽ കൂടെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുക.